നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ദ ഓഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പെട്ട് എന്നുവെച്ചാൽ കൂട്ടത്തിൽപ്പെടാത്തത് എന്നാണ് ഓഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ട്, അതിൽ കൂട്ടത്തിൽപ്പെടാത്ത വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഗിഫ്റ്റഡ്, ലേൺഡ്, റച്ചഡ്, സീഡ്. ഞാൻ 4 വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഗിഫ്റ്റഡ് എന്ന് പറയുന്നതും ലേൺഡ് എന്ന് പറയുന്നതും റച്ചഡ് എന്ന് പറയുന്നതും എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് V3 ഫോംസ് എന്നും പറയാം. ഗിഫ്റ്റഡ്, ലേൺഡ്, റച്ചഡ് എന്നൊക്കെ പറയാം. എന്നാൽ ഈ സീഡ് നോക്കേ, ഈ സീഡ് എന്ന് പറയുന്ന ഒരു വെർബ് ഫോം ആണോ? അല്ല. അല്ലെങ്കിൽ ഇതൊരു അഡ്ജക്റ്റീവ് ഫോം ആണോ? അല്ല. പിന്നെന്താണ്? ഒരു നൗൺ ഫോം ആണ് അല്ലെ? സീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗൺ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വാക്കാണ് സീഡ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഇവിടെ ദോയുണ്ട്, ആൾദോയുണ്ട്, ഇൻസ്പൈറ്റ് ഓഫ് ഉണ്ട്, ഡിസ്പൈറ്റ് ഓഫ് ഉണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ്. ഏതൊക്കെ? ദോയും, ആൾദോയും, ഇൻസ്പൈറ്റ് ഓഫും, ഡെസ്പൈറ്റ് ഓഫും. അതായത് കൂടിച്ചേരാൻ പറ്റാത്ത അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് നിൽക്കുന്ന പ്രസ്താവനകൾ, അവയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ് ഇതൊക്കെ. ഇവിടെ നോക്കുമ്പോൾ ഈ സെന്റൻസും അങ്ങനെയാണ്. നോക്കുക, ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്നാണ് പറഞ്ഞത്. പോപ്പുലാരിറ്റി എന്ന് വെച്ചാൽ എന്താർത്ഥം? ജനപ്രിയത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവന് ജനപ്രിയത ഉണ്ടായിരുന്നു അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്തു? ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. അവൻ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. സാധാരണ ജനപ്രിയത ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷനിലൊക്കെ ജയിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടും തോറ്റുപോയെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ദോയോ, ആൾദോയോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദോയും ആൾദോയും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സെന്റൻസ് കോംപ്ലക്സ് ആണെങ്കിൽ, കോംപ്ലക്സ് സെന്റൻസിലാണ് നമ്മൾ ദോയും ആൾദോയും ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പറയുന്നത് പോലെ എന്താണ്, ഫ്രേസസിനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം, പിന്നെ ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറയത്തില്ല. നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ഡെസ്പൈറ്റ് എന്നേ പറയത്തുള്ളൂ. ഈ ഓഫ് ഇവിടെ വേണ്ട, തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദോ, ആൾദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റ് ഓഫ് എന്ന് വരത്തില്ല, ഡെസ്പൈറ്റ് എന്നേ വരത്തുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, ഫ്രേസസിൽ ഉപയോഗിക്കാം, ഫ്രേസിന്റെ കൂടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ സെന്റൻസിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഏതാ? ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റ്. ദോയും ആൾദോയും ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസിലാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഫ്രേസിനോടൊപ്പം ഏത് സെന്റൻസിൽ? സിമ്പിൾ സെന്റൻസിൽ. ഒരു സിമ്പിൾ സെന്റൻസിൽ ഫ്രേസ് ഉണ്ട്. ആ ഒരു സിമ്പിൾ സെന്റൻസിൽ ഒരു ഫ്രേസ് വരികയാണെങ്കിൽ ആ ഫ്രേസിനോടൊപ്പം നമുക്കിത് ഉപയോഗിക്കാം, ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. ഏത് അർത്ഥത്തിലാണ്? എന്നിരുന്നാലും, അല്ലെങ്കിലും എന്നൊക്കെ ഒരു അർത്ഥത്തിൽ. അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കുന്ന സെന്റൻസിൽ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. ആ സെന്റൻസ് എന്തായിരിക്കണം? സിമ്പിൾ സെന്റൻസ് ആയിരിക്കണം. ആ സിമ്പിൾ സെന്റൻസിൽ ഒരു ഫ്രേസ് ഉണ്ടാവും. ആ ഫ്രേസിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ, ഇവിടെ ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു സിമ്പിൾ സെന്റൻസിൽ എന്തേ കാണത്തുള്ളൂ? ഒരു മെയിൻ ക്ലാസ്സേ കാണത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലാസ് ആണ്. ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സബ്ജക്റ്റ് ഉണ്ടാകണം, ഒരു ടെൻസ് ഫോമുള്ള വെർബ് ഉണ്ടാകണം, പൂർണ്ണമായ അർത്ഥവും വരണം. ഇവിടെ ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഡിഡ്ന്റ് വിൻ എന്ന് പറയുന്നത് വെർബാണ്, ആ ടെൻസ് ഫോം ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിന് പൂർണ്ണമായ അർത്ഥവുമുണ്ട്. ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവൻ ഇലക്ഷന് വിജയിച്ചില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ തൊട്ട് മുമ്പ് കുറച്ച് വാക്കുകളുടെ കൂട്ടമുണ്ട്. ഏതൊക്കെ? ഹിസ് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുകളുടെ കൂട്ടമാണ്. ഹിസ് എന്ന് പറയുന്നൊരു വാക്ക്, പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞ അടുത്ത വാക്ക്. ആ രണ്ടോ അതിൽ കൂടുതലോ ഉള്ള കൂട്ടത്തെ നമ്മൾ വാക്കുകളുടെ കൂട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നു.
അപ്പോൾ ഇതൊരു ഫ്രേസ് ആണ് മനസ്സിലായി. ഈ ഫ്രേസിനോടൊപ്പമാണ് ഒരു സിമ്പിൾ സെന്റൻസിൽ ഫ്രേസിനോടൊപ്പം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഉപയോഗിക്കാം. ഇവിടെ ഓപ്ഷണൽ ഡെസ്പൈറ്റ് ഓഫ് ഒന്നുണ്ട്, പക്ഷെ ഡെസ്പൈറ്റ് ഓഫ് എന്ന് പറയത്തില്ല, ഡെസ്പൈറ്റ് എന്നേ പറയത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, കാരണം ഡെസ്പൈറ്റ് ഓഫ് എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെസ്പൈറ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഇതിൽ പിന്നെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാ? ഇൻസ്പൈറ്റ് ഓഫേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും? ഇൻസ്പൈറ്റ് ഓഫ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്നാണ് ആൻസർ വരിക. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്തോ? അവന്റെ ജനപ്രിയതയിലും അല്ലെങ്കിൽ ജനപ്രിയത ഉണ്ടായിരുന്നിട്ടും ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ, അവൻ ഇലക്ഷനിൽ വിജയിച്ചില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി ഡാഷ് എ മില്യനയർ. അപ്പൊ ഇത് ആസിഫിന്റെ ഉപയോഗമാണ്. ആസിഫ് വെച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസിഫിന് തൊട്ടു മുമ്പ് സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ തുടർന്ന് എന്തേ വരേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം വരുന്നത്. ഇനി ആസിഫിന് തൊട്ടു മുമ്പ് സിമ്പിൾ പ്രസന്റാ വരുന്നതെങ്കിൽ ആസിഫിന് ശേഷം നമ്മൾ എന്ത് എഴുതാവും? സിമ്പിൾ പാസ്റ്റ് എഴുതാവും. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി ഡാഷ് എ മില്യനയർ. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ എന്ത് വരാവും? പാസ്റ്റ് പെർഫെക്റ്റ് വരാവും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വാസ്, വെയർ, ഈസ്, ഹാസ് ബീൻ. വാസ് എന്ന് പറയുന്നത് വേറെ ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആണ്. ഈസ് സിമ്പിൾ പ്രസന്റ്, ഹാസ് ബീൻ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യനിൽ പാസ്റ്റ് പെർഫെക്റ്റ് തന്നിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ നമുക്ക് പിന്നെന്തിനെ പരിഗണിക്കാം? സിമ്പിൾ പാസ്റ്റിനെ പരിഗണിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് തന്നിട്ടില്ല, പകരം ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത്, ഹാസ് ബീൻ. ഇവിടെ ഹാഡ് ബീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഹാഡ് ബീൻ എന്ന് എഴുതാമായിരുന്നു. അപ്പൊ നമ്മുടെ റൂൾ വെച്ച് ശരിയാണ്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ ഹാഡ് ബീൻ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നെ ആരെ നോക്കാവൂ? സിമ്പിൾ പാസ്റ്റിനെ നോക്കാവൂ. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വാസും വേറുമാണ്. ഇനി ഇതിലേത് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആസിഫിന് ശേഷം നമുക്ക് സിമ്പിൾ പാസ്റ്റ് എഴുതേണ്ടി വരികയാണെങ്കിൽ, അതായത് ബി ഫോംസിലെ സിമ്പിൾ പാസ്റ്റ്, ബി ഫോംസിന്റെ സിമ്പിൾ പാസ്റ്റ് എഴുതേണ്ടി വരികയാണെങ്കിൽ, ബി ഫോംസിന്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് വാസും വേറുമാണ്. ഓക്കെ, അങ്ങനെ ആസിഫിന് ശേഷം നമുക്ക് സിമ്പിൾ പാസ്റ്റ് എഴുതേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവും. സബ്ജക്റ്റ് എന്ത് വന്നാലും, സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ വന്നാലും നമ്മളവിടെ ഏത് ഫോമേ ഉപയോഗിക്കാവോ? പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്ലൂറലായിട്ട് നിൽക്കുന്ന ഏതാണ്? വേറാണ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ട് പ്ലൂറലായിട്ട് നിൽക്കുന്നത് വേറാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വേർ എന്നായിരിക്കും. ഓക്കെ, വേർ. അപ്പൊ അങ്ങനെ വരും ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി വേർ എ മില്യണർ എന്ന് വരും. ഒന്നുകൂടെ മനസ്സിലാക്കുക, ആസിഫിന് തൊട്ടു മുമ്പ് സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ ആസിഫിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗം എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, വാക്ക്ഡ് ആസിഫിന് തൊട്ടു മുമ്പ്. അങ്ങനെ ഇവിടെ വരേണ്ടിയിരുന്നത് എന്തായിരുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കിയപ്പോൾ അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സംഭവം തന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റാന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ പരിഗണിക്കാം. അതൊരു കണ്ടീഷനാണ്. അങ്ങനെ സിമ്പിൾ പാസ്റ്റിനെ പരിഗണിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ബിയുടെ രൂപങ്ങളാണെങ്കിൽ, ഇവിടെ ബിയുടെ രൂപമാണ് വാസ് അല്ലെങ്കിൽ വേർ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ പ്ലൂറൽ ഫോം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും നമ്മളവിടെ പ്ലൂറൽ ഫോമേ എടുക്കാവൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പ്ലൂറലായിട്ട് നിൽക്കുന്നത് വേറാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വേറായിരിക്കും. അപ്പൊ ഹി വാക്ക്ഡ് ആസ് ഇഫ് ഹി വേർ എ മില്യണർ എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കേം ഇൻ ഇംഗ്ലീഷ് ഫ്രം മലയാളം? മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം, കോപ്ര എന്ന് കൊടുത്തിട്ടുണ്ട്, റോൾ എന്നുണ്ട്, ബുക്ക് എന്നുണ്ട്, മാംഗോ എന്നുണ്ട്. നമുക്കറിയാം ഏതാണ്? കോപ്രയാണ്. അത് കോപ്ര. അപ്പം ഇതാണ് ആൻസർ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കേം ഇൻ ഇംഗ്ലീഷ് ഫ്രം മലയാളം? അതാണ് കോപ്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജുസ് ഫാദർ ഈസ് ഇൻ അമേരിക്ക. രാജുവിന്റെ അച്ഛൻ അമേരിക്കയിലാണ്. ഹീസ് ഡാഷ് ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് വീക്ക്. രാജു എന്ത് ചെയ്യുന്നു? തന്റെ അച്ഛന്റെ വരവ്, അടുത്ത ആഴ്ചയിലുള്ള വരവ് എന്ത് ചെയ്യുന്നു? പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ എന്ത് വരും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലുക്ക് ഫോർവേഡ് ടു എന്ന് വെച്ചാൽ എന്താർത്ഥം? ആന്റിസിപ്പേറ്റ് എന്നർത്ഥം. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഹോപ്പ് എന്നാണ് അർത്ഥം. അതായത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അതാണ് ലുക്ക് ഫോർവേഡ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പ്രതീക്ഷയോടെ ഇരിക്കുക എന്നൊക്കെയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ലുക്ക് ഫോർവേഡ് ടു ആണ് വരേണ്ടത്. പക്ഷേ ലുക്ക് ഫോർവേഡിന്റെ ഏത് ഫോമാണ് വരേണ്ടത് നോക്കുമ്പോൾ ഹി ഈസ് ആണോ വന്നിരിക്കും. ഈസ് എന്ന് പറയുമ്പോൾ എന്താ, ബിയുടെ രൂപമാണ്. ഈസിന് ശേഷം നമുക്കൊരു വെർബ് എഴുതേണ്ടി വരുമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ഈസ് വരിക, ഈസോ അല്ലെങ്കിൽ വാസോ വേറോ ഒക്കെ വരികയാണെങ്കിൽ തുറന്നു വരേണ്ട ഭാഗം എങ്ങനെയായിരിക്കണം? വെർബ് എങ്ങനെയായിരിക്കണം? ING ഫോമിലായിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അങ്ങനെ ആക്റ്റീവ് വോയിസ് ആയതുകൊണ്ട് ഈസിന് ശേഷം നമ്മൾ എന്ത് എഴുതാവും? ING ഫോമുള്ള വെർബ് എഴുതാവും. ഇവിടെ നോക്കുമ്പോൾ ING ഫോമുള്ള വെർബ് ഏതൊക്കെയാണ്? ലുക്ക് ഫോർവേഡ് എന്ന് വരികയും വേണം, ആ രീതി വരികയും വേണം. എന്നാൽ ലുക്ക് ING ഫോമിലും ആയിരിക്കണം. അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണ്? ലുക്കിംഗ് ഫോർവേഡ് ടു എന്നുള്ളതാണ്. അതാണ് ലുക്കിംഗ് ഫോർവേഡ് ടു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ് ആൻസർ ആയി വരിക? ലുക്കിംഗ് ഫോർവേഡ് ടു എന്നാണ് വരിക. അപ്പം രാജുസ് ഫാദർ ഈസ് ഇൻ അമേരിക്ക, ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് വീക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇറ്റ് ഈസ് പ്ലസന്റ് ഡാഷ് ചിൽഡ്രൻ പ്ലേയിങ്. ഇത് ഇൻഫിനിറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ജെറണ്ട് ഫോം വരുമോ, അതോ ടു ഇൻഫിനിറ്റീവ് വരുമോ, അതോ ബെയർ ഇൻഫിനിറ്റീവ് വരുമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് പ്ലസന്റ് ഡാഷ് ചിൽഡ്രൻ പ്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെ വരുമോ? അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. ടു ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ടു ചേർന്ന് വന്ന ഇൻഫിനിറ്റീവ്. അതാകുമ്പോൾ ഇവിടെ നോക്കുക, ടു വാച്ച്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇറ്റ് ഈസ് പ്ലസന്റ് ടു വാച്ച് ചിൽഡ്രൻ പ്ലേയിങ് എന്നാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. വിച്ച് എവർ, വെനെവർ, ഹൂഎവർ, വാട്ടെവർ. വിച്ചവർ എന്ന് വെച്ചാൽ ഏതൊക്കെ ആയാലും, വെനെവർ എന്ന് വെച്ചാൽ എന്താ എപ്പോഴൊക്കെ ആയാലും, ഹൂഎവർ എന്ന് വെച്ചാൽ ആരൊക്കെയായാലും, വാട്ടെവർ എന്ന് വെച്ചാൽ എന്താ എന്തൊക്കെയായാലും എന്നർത്ഥം. അപ്പോൾ വാട്ടെവർ ദേ മേ സേ എന്ന് വെച്ചാൽ എന്താ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച്. മിക്കവാറുള്ള ഒരു കൺട്രിയും എന്ത് ചെയ്യത്തില്ല, സാധാരണ മാറാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ആകുമ്പോൾ എന്താ വേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും എന്നൊരർത്ഥമാണ് വേണ്ടത്. അങ്ങനെ എന്തൊക്കെ ആയാലും എന്നൊരു അർത്ഥം വരുന്ന ഏതാണ്? ഈ വാട്ടെവർ ആണ്. എന്താണ്? വാട്ടെവർ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? വാട്ടെവർ ആയിരിക്കും ആൻസർ. അപ്പൊ എന്തായാലും വാട്ടെവർ ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച് എന്നാണ് വരേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹീസ് അസ് ഡാഷ് അസ് എ ബി. ട്രിക്കി ആണോ, ഗ്രീഡി ആണോ, ഫ്രഷ് ആണോ, നിമ്പിൾ ആണോ? ട്രിക്കി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൗശലമുള്ള എന്നർത്ഥത്തില്ല ട്രിക്കി. ഗ്രീഡ് എന്ന് വെച്ചാൽ എന്താ? അത്യാഗ്രഹി. ഫ്രഷ് എന്ന് വെച്ചാൽ പുതിയതെന്നർത്ഥം. നിമ്പിൾ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ചലിക്കുന്ന എന്നർത്ഥത്തില്ല നിമ്പിൾ. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ BA കണ്ടിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പറന്നൊക്കെയാണ് പോകുന്നത്, ഭയങ്കര സ്വിഫ്റ്റ് ആയിട്ടാണ്, പെട്ടെന്ന് ആ തരത്തിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തേ അനുയോജ്യമാകത്തുള്ളൂ? നിമ്പിൾ എന്ന് പറയുന്ന സംഭവമാണ് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്തായിരിക്കും? നിമ്പിൾ എന്നായിരിക്കും. അപ്പൊ ഹീസ് ആസ് നിമ്പിൾ ആസ് എ ബി എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദർ വാസ് നോ മീൻസ് ഓഫ് കൺവെൻസ് ദർ സോ വി ഡാഷ് വാക്ക്. അപ്പൊ ഇത് കഴിഞ്ഞ കാലത്തിലൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സംഭവത്തിൽ പാസ്റ്റ് ടെൻസിലുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആകുമ്പോൾ അതായിരിക്കും ആൻസർ. നോക്കുക, ഇത് പാസ്റ്റ് ടെൻസ് ആണ് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇവിടെ വാസ് എന്ന് പറയുന്ന സംഭവം വന്നുകൊണ്ടാണ്. അപ്പൊ there was no means of conveyance there, so we dash walk. അപ്പൊ അങ്ങനെ ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ had to. ഓക്കെ, അപ്പൊ ഇവിടെ had to ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം there was no means of conveyance there, so we had to walk എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. had to ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക. he admitted his dash. അവനവന്റെ എന്താണ് തെറ്റ് അഡ്മിറ്റ് ചെയ്തെന്ന, അംഗീകരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ഗിൽറ്റി ആണോ, ഇന്നസെന്റ് ആണോ, ഗിൽറ്റ് ആണോ, ഹാപ്പി ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു നൗൺ ഫോമേ വരാവൂ. എന്തായാലും ഇവിടെ നൗൺ ഫോമേ വരാവൂ. കാരണം ഹി അഡ്മിറ്റഡ് ഹിസ് ഡാഷ്, അവനവന്റെ തെറ്റ് അംഗീകരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ തെറ്റ് എന്ന് പറയുന്ന വാക്ക് ഏതായിരിക്കണം? നൗൺ ഫോമിലായിരിക്കണം വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഗിൽറ്റി, ഇന്നസെന്റ്, ഗിൽറ്റ്, ഹാപ്പി എന്ന് പറയുമ്പോൾ ഈ ഗിൽറ്റി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫോമാണ്, ഇന്നസെന്റ് എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ഫോമാണ്, ഹാപ്പി എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ഫോമാണ്. ഇപ്പോൾ നൗൺ ഫോമായിട്ട് വന്നിരിക്കുന്നതാണ് ഗിൽറ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗിൽറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാർ ക്ലാസ് എടുത്തത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു.